ഇനി നമുക്ക് ഇഫക്റ്റ് ഓഫ് ഡൈഇലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ് എന്താണെന്ന് നോക്കാം. ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് നമ്മൾ പഠിച്ചത് എയർ മീഡിയം ആയിട്ട് പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? ε0 A/d എന്നായിരുന്നു അല്ലേ? അപ്പോൾ ആ മീഡിയം എയറിന് പകരം നമ്മൾ ഒരു ഡൈഇലക്ട്രിക് മീഡിയമാണ്, ഒരു ഡൈഇലക്ട്രിക് സ്ലാബാണ് ഇൻസെർട്ട് ചെയ്യുന്നതെങ്കിൽ കപ്പാസിറ്റൻസിൽ എന്ത് മാറ്റം വരും എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമുക്ക് വരയ്ക്കാം. എ എന്ന് പറയുന്ന പ്ലേറ്റ്, ബി എന്ന് പറയുന്ന പ്ലേറ്റ്, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഈ സൈഡ് എർത്ത് ചെയ്തിട്ടുണ്ട് ആണല്ലോ. ദെൻ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ സ്മോൾ d. ഇലക്ട്രിക് ഫീൽഡ് ഡിറക്ഷൻ എങ്ങനെയാണ്? പോസിറ്റീവിൽ നിന്ന് ഔട്ട്വേർഡ് ഡിറക്ഷൻ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ എയർ വിചാരിക്കുന്നത് അത് കാരണം E0 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് E0. അപ്പോൾ ഈ അവസ്ഥയിൽ, അതായത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററാണ്, സ്പേസിങ് എത്രയാണ്? സ്മോൾ d ആണ്. ഈ പ്ലേറ്റ്സിൻ്റെ ഏരിയ A ആണ് എങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എങ്ങനെയായിരുന്നു? കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് C ഫോർമുല ഓർത്തു. C ഈക്വൽസ് Q/V. അതിൽ Q എന്താണെന്ന് നോക്കി. Q എന്ന് പറയുന്നത് സിഗ്മ A, സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് സിഗ്മ. ദെൻ V എന്തായിരുന്നു? V എന്ന് പറയുന്നത് E ഇൻറ്റു D ആയിരുന്നു. ഹിയർ E0 ഇൻറ്റു D ആണ്. അതിൽ E0 വാല്യൂ നമുക്കറിയാം. ആ ഇൻ്റർമീഡിയറ്റ് റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്? σ/ε0 ഇൻറ്റു D. അപ്പോൾ C ഈക്വൽസ്, അത് എയർ ആണ് മീഡിയമായിട്ട് വയ്ക്കുമ്പോൾ നമുക്ക് സിമ്പിൾ ഒന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കാം. C0 ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ A. ക്യൂവിന് പകരം വാല്യൂ കൊടുത്തു. വിക്ക് പകരം നമ്മൾ കൊടുക്കുകയാണ് σ/ε0 ഇൻറ്റു D. സിഗ്മ കട്ട് ചെയ്തിട്ട് ε0 മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് കിട്ടി C0 ദാറ്റ് ഈസ് ഈക്വൽ ടു ε0 A/d. എയർ ആണ് മീഡിയമെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ε0 A/d. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഡൈഇലക്ട്രിക് മീഡിയം വെച്ചു. അപ്പോൾ നോക്കിക്കേ, ഒരു ഡൈഇലക്ട്രിക് വെച്ച് കഴിയുമ്പോൾ ഇതാ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ചാർജസ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ അങ്ങോട്ടല്ലേ, അപ്പോൾ പ്ലസ് ചാർജസ് ഈ എൻഡിലേക്ക് വന്നു. അതായത് ഡൈഇലക്ട്രിക്കിന് പോളറൈസേഷൻ സംഭവിച്ചു. അപ്പോൾ മൈനസുകൾ ഓപ്പോസിറ്റ് എൻഡിലേക്ക് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റായിട്ട് നീങ്ങി. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇതാ ഇവിടെ പ്ലസ് ചാർജ്, ഇവിടെ മൈനസ് ചാർജ്. അപ്പോൾ ഡൈഇലക്ട്രിക്കിനകത്ത് എന്ത് സംഭവിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും പോളറൈസേഷൻ്റെ ഫലമായിട്ട്. അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ആ പ്ലസിൽ നിന്ന് മൈനസിലേക്കായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു പോളറൈസേഷൻ EP എന്ന് പറഞ്ഞ് കൊടുക്കാം. ദെൻ സർഫസ് ചാർജ് ഡെൻസിറ്റി നമുക്ക് കൊടുക്കാം. പോളറൈസേഷൻ മൂലമുള്ള സർഫസ് ചാർജ് ഡെൻസിറ്റി σp എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല എന്തായിട്ട് മാറും നോക്കാം. അപ്പോൾ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ ജസ്റ്റ് നമുക്ക് C എന്ന് ഡിനോട്ട് ചെയ്യാം. C ഈക്വൽസ് Q/V എന്നായിരുന്നല്ലോ നമ്മുടെ ഇക്വേഷൻ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കണം. Q സിഗ്മ ഇൻറ്റു സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഇൻറ്റു A. ദെൻ V എന്താണെന്ന് നോക്കാം. V ദറ്റ് ഈസ് ഈക്വൽ ടു, വിക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ എയർ ആയിരുന്നപ്പോൾ എന്തായിരുന്നു? σ/ε0 ആയിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ ആ സിഗ്മ എന്ന് പറയുന്നത് ഇപ്പം എന്തായിട്ട് മാറി? ഇനീഷ്യലി സിഗ്മയായിരുന്നു,
പോളറൈസേഷൻ മൂലം ഉണ്ടാകുന്ന ചാർജ് ഡെൻസിറ്റി സിഗ്മ പി ആണ്. അപ്പോൾ നെറ്റ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നത്? സിഗ്മ മൈനസ് സിഗ്മ പി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇ പി ഇൻറ്റു ആ സെപ്പറേഷൻ ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ മൈനസ് സിഗ്മ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0, ഇ പിക്ക് വാല്യൂ കൊടുത്തു, ഇൻറ്റു ഡി ആണല്ലോ. അപ്പോൾ ചാർജ് കിട്ടി, പൊട്ടൻഷ്യൽ കിട്ടി. ദെർഫോർ കപ്പാസിറ്റൻസ് സി ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ മൈനസ് സിഗ്മ പി ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഈ എപ്സിലോൺ 0 ന്യൂമറേറ്ററിലേക്ക് പോവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ബൈ സിഗ്മ മൈനസ് സിഗ്മ പി ഇൻറ്റു ഈ എപ്സിലോൺ 0 മുകളിലേക്ക് പോകുമ്പോൾ എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി എന്ന് വരുന്നു ആണല്ലോ. അപ്പോൾ ഈ സിഗ്മ ബൈ സിഗ്മ മൈനസ് സിഗ്മ പി എന്തായിരിക്കും? ഡയലക്ട്രിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ദറ്റ് ഈസ് ഈക്വൽ ടു ഈ 0 ബൈ ഇ എന്ന് പഠിച്ചിരുന്നു. അങ്ങനെ നമുക്ക് എഴുതാം കെ ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ സിഗ്മ മൈനസ് സിഗ്മ പി. അപ്പോൾ സിഗ്മ ബൈ സിഗ്മ മൈനസ് സിഗ്മ പി എന്ന് പറയുന്ന ആരാണ്? ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ ആണ്. അപ്പോൾ നമുക്ക് കൊടുക്കാം, ഇതിന് പകരമായിട്ട് വാല്യൂ കൊടുക്കാവുന്നത് കെ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ദെർഫോർ സി ദറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി. ഇപ്പോൾ ഒരു ഡയലക്ട്രിക് മീഡിയം ആണ് വെക്കുന്നത് വിത്ത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ എങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ സി ഈക്വൽസ് കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി. അതായത് ഡയലക്ട്രിക് മീഡിയം ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. കപ്പാസിറ്റൻസ് കൂടും. എത്ര കൂടും? കെ ടൈംസ് ആയിട്ട്. ആ ഡയലക്ട്രിക് മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് എത്രയാണോ അത്രയും ടൈംസ് ആയിട്ട് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ സി ദറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി. കിട്ടിയല്ലോ. ആ എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? എപ്സിലോൺ 0 എ ബൈ ഡി എയർ ആണ് മീഡിയം എങ്കിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആയിരുന്നു അല്ലേ. അപ്പോൾ ദിസ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? സി ദറ്റ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറയുന്നത് എയർ ആണ് മീഡിയം എങ്കിൽ ഉള്ള കപ്പാസിറ്റൻസ്. അപ്പോൾ നമുക്ക് എപ്സിലോൺ 0 എ ബൈ ഡിക്ക് പകരം കൊടുക്കാം സി 0. അപ്പോൾ കെ ഇൻറ്റു സി 0 അത് ഓർക്കുക. അപ്പോൾ കെ ടൈംസ് ആയിട്ട് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. വേണമെങ്കിൽ കെ ദറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? സി ബൈ സി 0. കിട്ടിയല്ലോ. ഇവിടെ വേറൊരു റിലേഷനും കൂടി ഇവിടെ നിന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരു ടേം ഉണ്ട് കെ ഇൻറ്റു എപ്സിലോൺ 0. ആ കെ ഇൻറ്റു എപ്സിലോൺ 0 അതാരാണ്? എപ്സിലോൺ പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം. കെ ഇൻറ്റു എപ്സിലോൺ 0 ദറ്റ് ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എപ്സിലോൺ. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ കെ ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 എന്നും കാണിക്കാം. കെ ഈക്വൽസ് എപ്സിലോൺ ബൈ എപ്സിലോൺ 0. ഓർത്തിരിക്കാം. വീണ്ടും ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത്, നമ്മുടെ ആ E0ൻ്റെ വാല്യൂ, ആ എക്സ്റ്റേണൽ ഫീൽഡിൻ്റെ വാല്യൂ ഒരു മാക്സിമം വാല്യൂ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്ത് അങ്ങനെ കൂടി 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 ഒരു മാക്സിമം ലിമിറ്റിന് അപ്പുറത്ത് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ ഡൈലക്ട്രിക്കിന് പോളറൈസേഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ആ നെഗറ്റീവ് ചാർജസ് ആറ്റത്തിൽ നിന്ന്, അതായത് ഇലക്ട്രോൺസ് ആറ്റത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായിട്ട് ആ ഇലക്ട്രോൺസ് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എന്ത് സംഭവിക്കും? അവിടെ കണ്ടക്ഷൻ നടക്കും അല്ലേ. അപ്പോൾ ഈ ഡൈലക്ട്രിക്സിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ, അതായത് അതൊരു നോൺ കണ്ടക്റ്റിംഗ് ഏത് നിമിഷം വരെയാണോ നിലനിൽക്കുന്നത്, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ഒരു മാക്സിമം വാല്യൂ ആവുന്നവരെ ഡൈലക്ട്രിക് എന്തായിട്ട് മാറും? നോൺ കണ്ടക്റ്റിംഗ് ആണ്.
ഫീൽഡ് ഒരു മാക്സിമം വാല്യൂവിനേക്കാളും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ ആ ഡൈലക്ട്രിക് ഒരു കണ്ടക്റ്റിംഗ് ആയിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഈ മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഫോർ വിച്ച് ദ ഡൈലക്ട്രിക് ഈസ് നോൺ കണ്ടക്റ്റിംഗ്, അതിന് പറയുന്ന പേരാണ് ഡൈലക്ട്രിക് സ്ട്രെങ്ത്. അപ്പോൾ ഓർത്തിരിക്കണേ, ഡൈലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഒരു ഡൈലക്ട്രിക് നോൺ കണ്ടക്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്ന ആ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡാണ്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഒരു ഡൈലക്ട്രിക് മീഡിയം പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടോ കുറയോ? കപ്പാസിറ്റൻസ് കൂടും. എത്രയായിട്ട് കൂടും? K ടൈംസ് ആയിട്ട് കൂടും. അതായത് ആ മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എത്രയാണോ അത്രയും ടൈംസ് ആയിട്ട് കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ നമ്മൾ ചെയ്തതൊന്ന് ഓർക്കുക. ഇനീഷ്യലി എയർ ആയിരുന്നു മീഡിയം എങ്കിൽ കപ്പാസിറ്റൻസിന് വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്, ε0 A/d. ഇനി ആ ഡൈലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പോളറൈസേഷൻ സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡൈലക്ട്രിക്കിനകത്ത് ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ദെൻ സർഫസ് ചാർജ് ഡെൻസിറ്റി σp ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ചാർജ് നമ്മൾ കൊടുത്തു, പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ ഇവിടെ കൊടുക്കേണ്ട ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ പോളറൈസേഷൻ മൂലമുള്ള ഫീൽഡിൻ്റെ സ്ട്രെങ്ത്. അവിടെ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എന്താണ്? σ - σp ഡിവൈഡഡ് ബൈ ε0 ഇൻറ്റു d. ആ രണ്ട് വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ε0 ന്യൂമറേറ്ററിലേക്ക് പോയി. അപ്പോൾ σ / σ - σp ഇൻറ്റു ε0 A/d. ആ σ - σp നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ദറ്റ് ഈസ് ഈക്വൽ ടു E0/E, അല്ലെങ്കിൽ Kക്ക് നമുക്ക് എങ്ങനെയും കൂടി എഴുതാം, σ / σ - σp. അപ്പോൾ അതിന് പകരം നമ്മൾ K കൊടുത്തു. അപ്പോൾ C = K ഇൻറ്റു ε0 A/d. അതായത് കപ്പാസിറ്റൻസ് K ടൈംസ് ആയിട്ട് കൂടി. C = K ഇൻറ്റു ε0 A/d എന്ന് പറയുന്നത് C0 ആണ്. അപ്പോൾ C = K ഇൻറ്റു C0 or K = C/C0. അടുത്തായിട്ട് നമുക്ക് ആ ഡൈലക്ട്രിക് സ്ലാബ് നമ്മൾ വെച്ചിരിക്കുന്നത് ആ പ്ലേറ്റുകൾക്ക് ഇടയ്ക്കുള്ള റീജിയനിൽ മൊത്തത്തിലല്ല, കുറച്ച് ഭാഗത്ത് മാത്രമേ ഡൈലക്ട്രിക് സ്ലാബ് വെച്ചിട്ടുള്ളൂ എങ്കിൽ, അതായത് പാർഷ്യലി ഫിൽഡ് വിത്ത് ഡൈലക്ട്രിക് സ്ലാബ് ആണെങ്കിൽ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ പാർഷ്യലി ഫിൽഡ് വിത്ത് ഡൈലക്ട്രിക് സ്ലാബ്. നമ്മുടെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എടുക്കാം. പ്ലേറ്റ് എ, പ്ലേറ്റ് ബി, പ്ലസ് ചാർജ് മൈനസ് ചാർജ് എർത്ത് ചെയ്തിട്ടുണ്ട്. ദെൻ സ്പേസിങ് സ്മോൾ d. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് ഭാഗത്ത് മാത്രം ഡൈലക്ട്രിക് സ്ലാബ് വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈലക്ട്രിക് സ്ലാബ്. ആ സ്ലാബിൻ്റെ തിക്നെസ് സ്മോൾ t ആണെന്ന് വിചാരിച്ചോളൂ. ചെറിയൊരു റീജിയനിൽ മാത്രം ഡൈലക്ട്രിക് സ്ലാബ് വെച്ചിരിക്കുന്ന അതിൻ്റെ തിക്നെസ് സ്മോൾ t ആണ്. അതിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കേസിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിട്ട് വരും? അപ്പോൾ നമുക്ക് തുടങ്ങാം. എയർ ആണ് മീഡിയം ആയിരുന്നുവെങ്കിൽ, ഇനീഷ്യലി ആ സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല, എയർ ആണ് മീഡിയം എങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചു, C0 ദാറ്റ് ഈസ് ഈക്വൽ ടു ε0 A/d ആണല്ലോ. ഇനി നമ്മൾ ചെയ്യുവാണ് ഫീൽഡ്, അതായത് ഡൈലക്ട്രിക് മീഡിയം ഇല്ലാത്ത ഭാഗത്തെ ഫീൽഡ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ ഫീൽഡ് ഓഫ് സ്പേസ് without dielectric. ഫീൽഡ് ഓഫ് സ്പേസ് വിത്തൗട്ട് ഡൈലക്ട്രിക് എന്തായിരിക്കും? നമുക്ക് E1 എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. E1 ദറ്റ് ഈസ് ഈക്വൽ ടു C
സിഗ്മ ബൈ എപ്സിലോൺ 0 ആണല്ലോ. അപ്പോൾ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? V1 ദറ്റ് ഈസ് ഈക്വൽ ടു E1 ഇൻറ്റു ആ ഡിസ്റ്റൻസ്, ആ സ്പേസിങ്. അപ്പോൾ ഡൈലക്ട്രിക് മീഡിയം ഇല്ലാത്ത ഭാഗത്ത് സ്പേസിംഗ് എന്ന് പറയുന്നത്, ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ തിക്നെസ് എത്രയാണ്? T ആണ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? D. അപ്പോൾ ഇല്ലാത്ത ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് അല്ലേ? അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, സ്പേസിംഗ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൊടുക്കാം? D മൈനസ് T എന്ന് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ E1 ഇൻറ്റു D മൈനസ് T ആണല്ലോ. അപ്പോൾ V1 എന്താ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. E1 പകരം നമുക്ക് കൊടുക്കാം സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു D മൈനസ് T. ഇനി അടുത്ത ഭാഗത്ത് ഇതാ ഇവിടെ എന്തുണ്ട്? ഡൈലക്ട്രിക് ഉണ്ട് അല്ലേ? അപ്പോൾ അവിടുത്തെ ഫീൽഡ് എന്താ നോക്കാം. ഫീൽഡ് ഓഫ് സ്പേസ് വിത്ത് ഡൈലക്ട്രിക്. നമുക്ക് എഴുതാം E2 ദറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാവുന്ന? സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നുള്ളത് ഇപ്പോൾ എന്തായി? ആ കെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള മീഡിയം വന്നു അല്ലേ? അപ്പോൾ കെ ടൈംസ് എപ്സിലോൺ 0. ദെർഫോർ പൊട്ടൻഷ്യൽ V2 ദറ്റ് ഈസ് ഈക്വൽ ടു E2 ഇൻറ്റു ആ ഡിസ്റ്റൻസ് അല്ലേ? ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ആ ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ ആ തിക്നെസ് അത് എത്രയാണ്? T ആണ്. അപ്പോൾ E2 ഇൻറ്റു T ദാറ്റ് ഈസ് സിഗ്മ ബൈ കെ എപ്സിലോൺ 0 ഇൻറ്റു T. അപ്പോൾ V1 കിട്ടി, V2 കിട്ടി. കിട്ടിയോ? ഈ റീജിയനിലെ പൊട്ടൻഷ്യൽ, ഡൈലക്ട്രിക് മീഡിയം ഇല്ലാത്ത ഈ റീജിയനിലെ പൊട്ടൻഷ്യൽ V1 നമ്മൾ കണ്ടുപിടിച്ചു. മീഡിയം ഉള്ള ഭാഗത്തെ പൊട്ടൻഷ്യൽ ദറ്റ് ഈസ് V2 കണ്ടുപിടിച്ചു. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? നെറ്റ് പൊട്ടൻഷ്യൽ V ദറ്റ് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 ആയിരിക്കുമല്ലോ. ദാറ്റ് ഈസ് V ഈക്വൽസ് സിഗ്മ ബൈ എപ്സിലോൺ 0 D മൈനസ് T പ്ലസ് സിഗ്മ ബൈ കെ എപ്സിലോൺ 0, സിഗ്മ ബൈ കെ എപ്സിലോൺ 0 ഇൻറ്റു T. ദാറ്റ് ഈസ് V ഈക്വൽസ് സിഗ്മ ബൈ എപ്സിലോൺ 0 നമുക്ക് ഔട്ട്സൈഡ് എടുത്താൽ ഫസ്റ്റ് ടേം ബാലൻസ് എന്താ? D മൈനസ് T. സെക്കൻഡ് ടേമിൽ ബാലൻസ് എന്താ? T ബൈ കെ. പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടി. നമ്മുടെ എയിം എന്താ? കപ്പാസിറ്റൻസ് അല്ല കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ കപ്പാസിറ്റൻസ് C ദറ്റ് ഈസ് ഈക്വൽ ടു Q ബൈ V ആണ് ഇക്വേഷൻ. ദറ്റ് ഈസ് C ഈക്വൽസ് സിഗ്മ എ ഡിവൈഡഡ് ബൈ വിക്ക് പകരം നമ്മൾ കൊടുക്കുവാണേ സിഗ്മ ബൈ എപ്സിലോൺ 0 D മൈനസ് T പ്ലസ് T ബൈ കെ ആണല്ലോ. സിഗ്മ കട്ട് ചെയ്ത് പോയി, എപ്സിലോൺ 0 ന്യൂമറേറ്ററിലേക്ക് വന്നു. അങ്ങനെ നമുക്ക് ഇക്വേഷനായി C ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D മൈനസ് T പ്ലസ് T ബൈ കെ. അപ്പോൾ പാർഷ്യലായിട്ടാണ് ഡൈലക്ട്രിക് സ്ലാബ് ഉള്ളത് എങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ് C ഈക്വൽസ് എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D മൈനസ് T പ്ലസ് T ബൈ കെ. അപ്പോൾ ചെയ്തത് ഒന്ന് നോക്കുക. എയറാണ് മീഡിയം എങ്കിൽ എപ്സിലോൺ 0 A ബൈ D എന്നാണ് കപ്പാസിറ്റൻസിൻ്റെ ഫോർമുല. ഇനി ഇവിടെ T തിക്നെസ് ഉള്ള ഒരു സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് രണ്ട് റീജിയൻസാണ് വരുന്നത്. ഒന്ന് മീഡിയം ഇല്ലാത്ത ഭാഗവും ഡൈലക്ട്രിക് ഇല്ലാത്ത ഭാഗവും, അടുത്ത് ഡൈലക്ട്രിക് ഉള്ള ഭാഗവും. അപ്പോൾ അത് രണ്ടും നമ്മൾ പൊട്ടൻഷ്യൽ കണക്കാക്കാനായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫീൽഡ് ഓഫ് സ്പേസ് വിത്തൗട്ട് ഡൈലക്ട്രിക് നോക്കുമ്പോൾ E1 ദറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0. ദെൻ പൊട്ടൻഷ്യൽ V1 is equal to E1 ഇൻറ്റു ആ ഗ്യാപ്പ് അത് എത്രയാണ്? D മൈനസ് T. അപ്പോൾ സിഗ്മ ബൈ എപ്സിലോൺ 0 D മൈനസ് T. ദെൻ ഫീൽഡ് ഓഫ് സ്പേസ് വിത്ത് ഡൈലക്ട്രിക് ആണെങ്കിൽ E2 is equal to സിഗ്മ ബൈ, ഇവിടെ ശ്രദ്ധിക്കണേ, കെ ഡൈലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള മീഡിയ വെച്ചിരിക്കുന്നത്. അപ്പോൾ കെ ടൈംസ് എപ്സിലോൺ 0. Therefore V2 is equal to E2 ഇൻറ്റു
ആ ഡിസ്റ്റൻസ് ദറ്റ് ഈസ് ടി. അപ്പോൾ സിഗ്മ ബൈ കെ എപ്സിലോൺ 0 ഇൻറ്റു ടി. അപ്പോൾ നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് V1 + V2 ആണ്. ആ രണ്ട് വാല്യൂസ് നമ്മൾ കൊടുത്തു. അവിടെ സിഗ്മ ബൈ എപ്സിലോൺ 0 ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി നമുക്ക് വരുന്ന D - T + T by K. Therefore, capacitance C that is equal to Q by V, that is sigma A divided by sigma by epsilon 0 into D - T plus T by K. ആ സിഗ്മ കട്ട് ചെയ്ത് പോയിട്ട് ബാക്കി C ഈക്വൽസ് എപ്സിലോൺ 0 A by D - T plus T by K. ഇപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡയലക്ട്രിക് സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ടി ആയിട്ട് എടുത്തിരിക്കുന്നത്, ഒരു സ്മോൾ തിക്നെസ് സ്മോൾ ടി ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇനി ആ ഡയലക്ട്രിക് സ്ലാബിൻ്റെ തിക്നെസ് ഈ സ്പേസിങ് ആയ ഡിക്ക് ഈക്വലൻ്റ് ആണെങ്കിൽ, അതായത് ഇഫ് ടി ദറ്റ് ഈസ് ഈക്വൽ ടു ഡി ആയിട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിൽ എന്താ മാറ്റം വരുന്നത് നോക്കിക്കേ. സി ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കൂ, ഡി മൈനസ് ടിക്ക് പകരം എന്ത് വരും, ഡി തന്നെ വരും. അപ്പോൾ ഡി മൈനസ് ഡി, അപ്പോൾ ആ ടേം പോയി അല്ലേ. അപ്പോൾ ബാക്കി ഇവിടെ എന്താ വരുന്നത്, ആ സ്മോൾ ടിക്ക് പകരം നമ്മൾ ഡി എന്ന് കൊടുക്കുന്നു, ഡി ബൈ കെ, ദാറ്റ് ഈസ് കെ മുകളിലേക്ക് വരുന്നു, കെ ഇൻറ്റു എപ്സിലോൺ 0 A by D. ഇതല്ലേ നമ്മൾ തൊട്ട് മുമ്പത്തെ കേസിൽ ചെയ്തത് അല്ലേ. ഒരു ഡയലക്ട്രിക് സ്ലാബ് അതായത് ആ പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് ഫുള്ളായിട്ട് ആ ഡയലക്ട്രിക് സ്ലാബാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കപ്പാസിറ്റൻസ് കെ ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു തൊട്ട് മുമ്പ്. സി ഈക്വൽസ് കെ ഇൻറ്റു എപ്സിലോൺ 0 A by D. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അവിടേക്ക് എത്താം. ആ തിക്നെസ് കൂടി സ്മോൾ ടി എന്നുള്ളത് കൂടി സ്മോൾ ഡി ആവുകയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. എങ്ങനെ, കെ ഇൻറ്റു എപ്സിലോൺ 0 A by D എന്ന് പറഞ്ഞ് കൊടുക്കാം. അടുത്തായിട്ട് ഒരു കണ്ടക്റ്റിംഗ് മീഡിയമാണ് ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ ഇക്വേഷനിൽ എന്ത് മാറ്റം വരും നോക്കാം. ഒരു കണ്ടക്റ്റിംഗ് മീഡിയമാണ് വെക്കുന്നതെങ്കിൽ പാരലൽ പ്ലേറ്റ്, കപ്പാസിറ്റർ, ഇതിനിടയ്ക്ക് നമ്മൾ ഒരു കണ്ടക്റ്റിംഗ് മീഡിയമാണ് വയ്ക്കുന്നത്. അതിൻ്റെ തിക്നെസ് സ്മോൾ ടി ആണ്. അങ്ങനെയെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനിൽ എന്താ മാറ്റം വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം എയറാണ് മീഡിയമെങ്കിൽ ഇക്വേഷൻ എപ്സിലോൺ 0 A by D ആയിരുന്നു അല്ലേ. ഇപ്പോൾ ഈ മീഡിയം വയ്ക്കുമ്പോൾ നമുക്ക് ഫീൽഡ് എന്തായിട്ട് എഴുതണം, ഈക്വൽസ് സിഗ്മ ബൈ എപ്സിലോൺ 0, therefore പൊട്ടൻഷ്യൽ V that is equal to E into ആ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്, D മൈനസ് ടി, ദാറ്റ് ഈസ് സിഗ്മ ബൈ എപ്സിലോൺ 0 D മൈനസ് ടി. കപ്പാസിറ്റൻസ് അല്ലേ കണ്ടുപിടിക്കാനുള്ളത്. കപ്പാസിറ്റൻസ് സി ദറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി, ദാറ്റ് ഈസ് ക്യൂ നമുക്കറിയാം സിഗ്മ എ ഡിവൈഡഡ് ബൈ വിക്ക് നമ്മൾ പകരം കൊടുക്കുവാണ് സിഗ്മ ബൈ എപ്സിലോൺ 0 ഡി മൈനസ് ടി. അപ്പോൾ സിഗ്മ കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് സി കിട്ടി. എപ്സിലോൺ 0 മുകളിലേക്ക് വന്നു, എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി. ഇക്വേഷൻ ഓർത്തിരിക്കുക, സി ഈക്വൽസ് എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി മൈനസ് ടി. ഇതിനെ വേണമെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സി ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ആ ഡി ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം 1 മൈനസ് സെക്കൻഡ് ടൈം എന്തായിട്ട് വരുന്നത് ടി ബൈ ഡി. ഇങ്ങനെ നമുക്ക് ഫോർമുല ഓർത്തിരിക്കാം. അല്ല എങ്കിൽ നമുക്കറിയാം എപ്സിലോൺ 0 A by D എന്ന് പറയുന്ന ആരാണ്, C0 ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കാം, സി ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A by D. ഇവിടുത്തെ ആ എപ്സിലോൺ 0 A by Dക്ക് പകരം C0 എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ സി ഈക്വൽ C0 ഡിവൈഡഡ് ബൈ
1 minus t by d. C equals C0 by 1 minus t by d. ഇവിടെയും ആ തിക്നെസ്, the thickness t that is equal to d തന്നെയാണെങ്കിലോ നമ്മുടെ ആ ഇക്വേഷനിൽ എന്താ വരുന്നത്? C0 by 1 minus d by d. d by d എന്ന് പറയുന്നത് എത്രയാ? 1. അപ്പോൾ 1 minus 1 അല്ലേ? 1 minus 1 എന്ന് പറയുന്നത് എത്രയാ? 0. അപ്പോൾ C that is equal to C0 by 1 minus d by d എന്ന് വരുന്നത്. അപ്പോൾ 1 minus 1 എന്ന് പറയുന്നത് 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ C0 ഡിവൈഡഡ് ബൈ 0 എന്നാണ് വരുന്നത്. അതായത് ആ ഡിനോമിനേറ്ററിൽ സ്മോൾ വാല്യൂ വരുന്നത്. അതിൻ്റെ അർത്ഥം കപ്പാസിറ്റൻസ് ഒരു മാക്സിമം വാല്യൂ ആയിട്ട് മാറുന്നു. അതായത് ഇടയ്ക്ക് നമ്മൾ വെക്കുന്ന പാരലൽ പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് വെക്കുന്ന ആ മീഡിയം ഒരു കണ്ടക്റ്റിംഗ് മീഡിയമാണ്. അത് ആ സ്പേസ് ഫുള്ളായിട്ട് കണ്ടക്റ്റിംഗ് മീഡിയം വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ഒരു മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നു. അടുത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഡൈഇലക്ട്രിക്സ് വയ്ക്കുകയാണെങ്കിൽ ആ രണ്ട് പ്ലേറ്റുകൾക്ക് ഇടയ്ക്ക് പല ഡൈഇലക്ട്രിക്സ് വിത്ത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K1, K2, K3 എക്സെട്ര ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് നോക്കാം. ഇവിടെ ഇടയ്ക്ക് നമ്മൾ മീഡിയം വയ്ക്കുവാണ്, ഡൈഇലക്ട്രിക് മീഡിയം വയ്ക്കുവാണ് വിത്ത് ഡിഫറെൻറ്റ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻസ്. ഇതൊരു ഡൈഇലക്ട്രിക് മീഡിയം വിത്ത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് K1, തിക്നെസ് T1. ഇത് അടുത്ത മീഡിയം with the dielectric constant K2, thickness T2. The next medium with the dielectric constant K3, thickness T3. ഈ കേസിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. C that is equal to epsilon 0 A divided by T1 by K1 plus T2 by K2 plus T3 by K3. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കണേ. C equals epsilon 0 A divided by T1 by K1 plus T2 by K2 plus T3 by K3. വേർ K1, K2, K3 എന്ന് പറയുന്നത് എന്താ? ആ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻസ് ആണ്. T1, T2, T3 എന്ന് പറയുന്നത് അവരുടെ തിക്നെസ് ആയിരിക്കും. അടുത്ത് നമുക്ക് രണ്ട് സ്പെഷ്യൽ കേസസ് നോക്കാം. കേസ് 1 കാണിച്ചിരിക്കുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിന് ഇടയ്ക്ക് ഈ രീതിയിലാണ് ഡൈഇലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ K1 ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു മീഡിയം, താഴെയായിട്ട് K2 ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള മീഡിയം. രണ്ടാമത്തെ കേസ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഒരു ഹാഫ് പോർഷനിൽ K1 ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ള മീഡിയം വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് അടുത്ത ഹാഫ് പോർഷനിൽ K2 ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മറ്റൊരു മീഡിയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇക്വേഷൻസിൽ വരുന്ന മാറ്റം ഇവിടെ നോക്കിക്കേ. ആ സെപ്പറേഷൻ എന്തായിരിക്കും? സ്മോൾ d തന്നെയാണ്. ഇവിടെയുള്ള മാറ്റം, മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത് ഇനീഷ്യലി പ്ലേറ്റിൻ്റെ ഏരിയ എത്രയായിരുന്നു? A ആയിരുന്നു അല്ലേ? ഇപ്പോൾ നോക്കിയേ, ആ K1 മീഡിയം വെച്ചിരിക്കുന്നത് ഇത്രയും ഭാഗത്തുള്ളൂ, K2 മീഡിയം ഇരിക്കുന്നത് ഇത്രയും റീജിയനിലാണ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ ഹാഫ് ഏരിയ ആയിട്ടാണ് വരുന്നത്, A/2. ഈ ഏരിയ എന്ന് പറയുന്നതും A/2 ആയിരിക്കും. വീണ്ടും ഇതിനൊരു കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഒരു ഇക്വേഷൻ കൊടുക്കാം. ആ ഇക്വേഷൻ നമ്മൾ ഇനി വരുന്ന പോർഷൻസിലേ പഠിക്കുന്നുള്ളൂ. അതായത് രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് വെച്ചിരുന്നാലുള്ള കണ്ടീഷൻ. ഇപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്.
C1 പ്ലസ് C2 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ അപ്പോഴാണ് പഠിക്കുന്നുള്ളൂ. എന്നാലും ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിക്കേ, C1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനെ നമുക്ക് C1 എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ പോർഷൻ നമുക്ക് C2 എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ C1 കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ തന്നെ ε0 A/D ആണ്. മീഡിയം വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? K ടൈംസ് ε0 A/D. അപ്പോൾ C1 എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് നോക്കുക. C1 എങ്ങനെ എഴുതണം? അവിടെ മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്താ? K1 ആണ്. അപ്പോൾ K1 ഇൻറ്റു ε0 A/D. അപ്പോൾ A എന്ന് പറയുന്നത് ഇവിടെ എത്രയായിട്ട് വരുന്നത്? A/2. അപ്പോൾ A/2 ഡിവൈഡഡ് ബൈ ഡിക്ക് മാറ്റമൊന്നുമില്ല, D തന്നെ ആണല്ലോ. അപ്പോൾ C2 ഇതേമാതിരി നോക്കി എഴുതാലോ. ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എത്രയാ? K2 ഇൻറ്റു ε0 A/2 ഡിവൈഡഡ് ബൈ D. അപ്പോൾ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ദറ്റ് ഈസ് ഈക്വൽ ടു C1 പ്ലസ് C2 ആണല്ലോ. ദറ്റ് ഈസ് K1 ε0 A/2 താഴേക്ക് എടുക്കാം 2D പ്ലസ് K2 ε0 A/2D. കോമൺ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് എങ്ങനെ എഴുതാം? ε0 A/D കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇവിടെ വരുന്ന ടേം എന്ന് പറയുന്നത് K1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ 2. ഇക്വേഷൻ ഓർത്തിരിക്കുക. രണ്ട് ഡൈലക്ട്രിക് മീഡിയം വിത്ത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K1 ആൻഡ് K2 ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത് ε0 A/D ഇൻറ്റു K1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ 2. ഈ ε0 A/D എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് C0 എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ വ്യത്യാസം വരുന്നത് K1 പ്ലസ് K2 ബൈ 2 എന്നുള്ള ടേമിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് വരുന്നത്. ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പുതിയൊരു കാര്യം വരുന്നു. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സിൽ. അപ്പോൾ കപ്പാസിറ്റേഴ്സ് പാരലായിട്ട് വെക്കുവാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ജസ്റ്റ് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി കപ്പാസിറ്റൻസ് C1 പ്ലസ് C2. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു റീജിയന് ഒരു കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റൻസ് C1 ആണെന്ന് വിചാരിക്കാം. ഈ പോർഷന് വിത്ത് കപ്പാസിറ്റൻസ് C2 ആണെന്നും വിചാരിക്കാം. അങ്ങനെ നമ്മൾ C1ഉം C2 എന്താണെന്ന് കണ്ടുപിടിച്ചു. C1 എന്താണെന്ന് കൊടുത്തു? K1 ε0 A/2 ബൈ D. C2 എന്താണെന്ന് കൊടുത്തു? K2 ε0 A/2 ബൈ D. ദെൻ CD ഇക്വേഷനിലേക്ക് കൊടുത്തു. C1ഉം C2 ആഡ് ചെയ്തു. കോമൺ ആയിട്ട് വരുന്ന ε0 A/D പുറത്തെടുത്തു. ബാക്കി നമുക്ക് K1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ 2 എന്നുള്ള റിലേഷൻ. നൗ ഈ കേസിൽ എന്താണ് വ്യത്യാസം വരുന്നത്? ഈ കേസിൽ പ്ലേറ്റിൻ്റെ ഏരിയ A തന്നെയാണ്. പ്ലേറ്റിൻ്റെ ഏരിയ സെപ്പറേഷൻ, ടോട്ടൽ സെപ്പറേഷൻ നമുക്ക് എത്രയായിരുന്നു? D ആയിരുന്നു സെപ്പറേഷൻ അല്ലേ? ആ D എന്ന് പറയുന്ന സെപ്പറേഷൻ ഇപ്പോൾ ഈ ഒരു ഹാഫ് പോർഷൻ ദറ്റ് ഈസ് D/2 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഈ ഒരു ഹാഫ് പോർഷനും D/2 എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇവിടെ ഏത് രീതിയിൽ നമ്മൾ ചിന്തിക്കണം? ഇവിടെ ഈ ഒരു പോർഷൻ ഒരു ചെറിയൊരു കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റൻസ് C1, ഇതാണെങ്കിൽ കപ്പാസിറ്റൻസ് C2. അപ്പോൾ ഇവിടുത്തെ കേസായിട്ട് വരുന്നത് എങ്ങനെയാണ്? സീരീസ് കോമ്പിനേഷൻ അല്ലേ? ഒരു കപ്പാസിറ്റർ അതിന് അടുത്തായിട്ട് അടുത്ത കപ്പാസിറ്റർ സീരീസ് ആയിട്ട് വരുമ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക. C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്ന CS ഈക്വൽ C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ C1ഉം C2ഉം എന്താണെന്ന് കണ്ടുപിടിച്ച് ഇക്വേഷനിലേക്ക് കൊടുക്കാം. അപ്പോൾ നോക്കിക്കേ, C1 എന്തായിരിക്കും? C1 ദറ്റ് ഈസ് ഈക്വൽ ടു K1 ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ എത്രയാണ്? D/2 ആണല്ലോ. സിമിലർലി C2 ഈസ് ഈക്വൽ ടു K2 ഇൻറ്റു ε0 A ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ ഇവിടെയും D/2. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനിലേക്ക് കൊടുക്കുവാണ്. C ദറ്റ് ഈസ് ഈക്വൽ ടു അതിന് ഇക്വേഷൻ C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ദറ്റ് ഈസ് K1 ε0 A ബൈ D/2 ഇൻറ്റു K2 ε0 A ബൈ D/2 divided by
K1 epsilon 0 A by D/2 plus K2 epsilon 0 A by D/2. അപ്പോൾ അതിൽ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റിയ ടേം എന്ന് പറയുന്നത് എപ്സിലോൺ 0 A/D/2. ഇവിടെ നോക്കൂ 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഹോൾ സ്ക്വയർ. ബാക്കി എന്താ വരുന്നത്? K1 K2. ഡിനോമിനേറ്ററിലോ എപ്സിലോൺ 0 A/D/2 ഔട്ട്സൈഡ് എടുത്താൽ ബാക്കിയുള്ള ടേം എന്താണ്? K1 ഇവിടെ K2. K1 പ്ലസ് K2. അപ്പോൾ നോക്കി, ഒരു എപ്സിലോൺ 0 A/D/2 കട്ട് ചെയ്ത് പോയി. ബാക്കി വരുന്നത് C, ദറ്റ് ഈസ് ഈക്വൽ ടു മുകളിലുള്ള എപ്സിലോൺ 0 A/D/2 ഇൻറ്റു K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2 ആണല്ലോ. ഈ 2 ന്യൂമറേറ്ററിലേക്ക് വരും. അങ്ങനെ നമ്മുടെ ഇക്വേഷനായി C, ദറ്റ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 A/D ഇൻറ്റു ഈ 2 മുകളിലേക്ക് വന്നിട്ട് 2 K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കണേ. ഈ രീതിയിലാണ് ഡൈലക്ട്രിക് മീഡിയം വയ്ക്കുന്നതെങ്കിൽ, സൈഡ് ബൈ സൈഡായിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എപ്സിലോൺ 0 A/D ഇൻറ്റു 2 K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2. ഇത് നമുക്കൊരു പ്രോബ്ലം നോക്കാം. NCERT ടെക്സ്റ്റിലെ 2.5. A parallel capacitor with air has capacitance of 8 pf. ഇപ്പോൾ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വന്നിട്ടുണ്ട് 8p എന്ന് പറയുമ്പോൾ പൈക്കോ കേട്ടോ. 8pf. പൈക്കോ എത്ര? 10⁻⁻12. 8pf. What will be the capacitance if the distance between the plates is reduced by half? Distance half ആവുകയാണ്. And space between them is filled with a substance of dielectric constant 6. അപ്പോൾ എയർ ആണ് മീഡിയം എങ്കിൽ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 8 പൈക്കോ ഫാരഡ്. എയർ ആണ് മീഡിയം എങ്കിൽ കപ്പാസിറ്റൻസ് 8 പൈക്കോ ഫാരഡ് തന്നിട്ടുണ്ട്. ഇനി അവർ ചെയ്യുന്നത് ആ സ്പേസ് കുറച്ചു. എത്രയായിട്ട് കുറച്ചു? ഹാഫായിട്ട്. D എന്നുള്ളത് D/2 ആയിട്ട് കുറച്ചു. കൂടാതെ ഇടയ്ക്കൊരു മീഡിയം വെച്ചു, ഡൈലക്ട്രിക് മീഡിയം വെച്ചു, വിത്ത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് 6 ആക്കി മാറ്റി. അങ്ങനെയെങ്കിൽ കപ്പാസിറ്റൻസ് എത്രയായിട്ട് മാറും? അപ്പോൾ നോക്കാം. ഇനീഷ്യലി എയർ ആണ് മീഡിയം എങ്കിൽ കപ്പാസിറ്റൻസ് C0 ദറ്റ് ഈസ് ഈക്വൽ ടു 8pf എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ. 8pf നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്തില്ല എന്ന് വിചാരിച്ച് കുഴപ്പമില്ല, PF തന്നെ ആൻസർ കൊടുത്താൽ മതി. ഇനി ഇവർ ചെയ്യുന്നത് ആ സെപ്പറേഷൻ, ആ D എന്നുള്ളത്, ഇപ്പോൾ ആ ഡിസ്റ്റൻസ് D എന്നുള്ളത് എത്രയായിട്ട് മാറി? D/2 ആയിട്ട് മാറിയിട്ടുണ്ട്. അതേമാതിരി ഇടയ്ക്കൊരു മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് K എന്നുള്ളത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കപ്പാസിറ്റൻസ് എത്രയാണെന്ന് കാണണം. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? C ദറ്റ് ഈസ് ഈക്വൽ ടു, മീഡിയം വയ്ക്കുമ്പോൾ കപ്പാസിറ്റൻസ് എത്രയാണ് വരുന്നത്? K ഇൻറ്റു എപ്സിലോൺ 0 A/D എന്നാണ്. ആ D എന്നുള്ളത് എത്രയാണെന്ന് അവർ തന്നിരിക്കുന്നത്? D/2 ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ആ 2നെ മുകളിലേക്ക് എടുക്കാം. അപ്പോൾ 2 ഇൻറ്റു K ഇൻറ്റു എപ്സിലോൺ 0 A/D ആണല്ലോ. ആ എപ്സിലോൺ 0 A/D എന്ന് പറയുന്നതാണ് ആര്? നമ്മുടെ ഇതാരാ? C0 ആണ്. ആ C0യുടെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട് 8pf. അപ്പോൾ നമുക്ക് ഈ ആൻസർ ഇങ്ങനെ കൊടുക്കാം. C ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു K എത്രയാണ്? 6 ആണ്. ഇൻറ്റു C0 എത്രയാണ്? 8pf ആണ്. ദാറ്റ് ഈസ് 2 ഇൻറ്റു 6 12, 12 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 96. 8pfലല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആൻസറും PF 96 പൈക്കോ ഫാരഡ്.
അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൽ വരുന്ന മാറ്റങ്ങൾ. പല കേസസ് പഠിച്ചു. ഒരു ഡൈലക്ട്രിക് മീഡിയം വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസ് K ടൈംസ് ആയിട്ട് കൂടും അല്ലേ? C ഈക്വൽസ് K ഇൻറ്റു എപ്സിലോൺ 0 A/D അല്ലെങ്കിൽ C ഈക്വൽസ് K ഇൻറ്റു C0 ആയിട്ട് കിട്ടി. ദെൻ നമ്മൾ വയ്ക്കുന്ന ആ മീഡിയത്തിൻ്റെ ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ തിക്നെസ് T ആണെങ്കിൽ, സ്മോൾ t ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ കിട്ടുന്ന എപ്സിലോൺ 0 A/D മൈനസ് T പ്ലസ് T/K ആയിട്ട് വരുന്നത്. ഇനി അതൊരു കണ്ടക്റ്റിംഗ് മീഡിയം വിത്ത് തിക്നെസ് T ആണെങ്കിൽ ഇക്വേഷൻ എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D മൈനസ് T അല്ലെങ്കിൽ എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D ഇൻറ്റു 1 മൈനസ് T/D അല്ലെങ്കിൽ C ഈക്വൽ C0 ഡിവൈഡഡ് ബൈ 1 മൈനസ് T/D എന്നുള്ള റിലേഷൻ. ദെൻ ഡിഫറെൻറ്റ് ഡൈലക്ട്രിക്സ് വെച്ച് കഴിഞ്ഞാലും മാറ്റം നമ്മൾ നോക്കി. എപ്സിലോൺ 0 A/T1/K1 പ്ലസ് T2/K2 പ്ലസ് T3/K3. എന്നിട്ട് രണ്ട് സ്പെഷ്യൽ കേസിലേക്ക് കടന്നു. രണ്ട് രീതിയിലാണ് ആ ഡൈലക്ട്രിക് മീഡിയം ഫില്ല് ചെയ്തിരിക്കുന്നത്. ഒന്ന് പാരലായിട്ട് വരുന്ന കേസ്, രണ്ട് സീരീസ് ആയിട്ട് വരുന്ന കേസ്. അപ്പോൾ രണ്ടിലും നമുക്ക് രണ്ട് രീതിയിലുള്ള ഇക്വേഷനാണ് കിട്ടിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക.